ഇതില് തുകയുടെ ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്ര ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ആദ്യത്തെ n പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ഒരു പദത്തിന്റെ തുക എന്ന് പറയുമ്പോൾ ഈ n പകരം 1 കൊടുക്കുക. അപ്പൊ ഇവിടെ 1ന്റെ സ്ക്വയറും ഇവിടെ 8×1, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അത് സിംപ്ലിഫൈ ചെയ്താൽ 13 കിട്ടും. സം ഓഫ് വൺ ടേം തന്നെ ഫസ്റ്റ് ടേം തന്നെയാണ്, ഫസ്റ്റ് ടേം ആണ് 13. അതേപോലെ എസിന് 2 കൊടുത്തു കഴിഞ്ഞാൽ സം ഓഫ് 2 ടേംസ് കിട്ടും. 2ന്റെ സ്ക്വയർ 4. ഇങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്താൽ സം ഓഫ് 2 ടേംസ് കിട്ടും. സം ഓഫ് 2 ടേംസ് എന്ന ആദ്യത്തെ 2 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതും രണ്ടാമത്തതും കൂടെ കൂട്ടിയതാണ് 36. അപ്പൊ രണ്ടാമത്തെ കിട്ടണമെങ്കിൽ ഈ 36-ൽ നിന്ന് ഒന്നാമത്തത് കുറച്ചാൽ മതി. ഒന്നാമത്തെ എത്രയാ? 13 ആ 13 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടിയ 23 രണ്ടാമത്തത്. ഇത് രണ്ടിന്റെയും കൂടെ വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. 23-ൽ നിന്ന് 13 കുറച്ച 10 കോമൺ ഡിഫറൻസ്. പിന്നെ അതിന്റെ xn അല്ലെങ്കിൽ ആൾജിബ്ര ബീജഗണിതം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. xn is dn plus f minus d. അതിൽ വില കൊടുത്തു. ഡിക്ക് 10, എഫ് ഇവിടെ തന്നിട്ടുണ്ട് 13 13 മൈനസ് 10 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ xn കിട്ടി. ഇനി അത് ഉപയോഗിച്ചിട്ട് നാലാമത് കാണണമെങ്കിൽ ഇതില് n പകരം 4 കൊടുത്താൽ ആൻസർ ആയി. 4 10 40, 40 പ്ലസ് 3 43. ഇതേപോലെ എക്സ്ട്രാ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഫുൾ ഒന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ.